ശ്രീനാരായണ ഗുരു അവതാര പുരുഷനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, യുക്തിവാദിയാണ്. ഇതെല്ലാം പല രീതിയിൽ പറയാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരു ഒരു നല്ല മനുഷ്യനായി. മനുഷ്യൻ എന്ന് പറയുന്ന പദത്തോട് എന്താ പറയേണ്ടത്, ആ 4 അക്ഷരത്തോട് എന്നും കൂറു പുലർത്തിയുന്നൊരു മനുഷ്യനായി. മനുഷ്യനാണ് മനുഷ്യത്വം ജാതി എന്ന് പറഞ്ഞു. മനുഷ്യൻ എങ്ങനെയാണോ മനുഷ്യത്വം, മനുഷ്യപ്പറ്റ് ഉണ്ടാകുന്നത്, അതവൻ്റെ ജാതിയാണെന്ന് പറഞ്ഞതാണ്. മനുഷ്യത്വത്തെ അനുഭവിച്ചേറിയ ആളാണ്. അതുകൊണ്ടാണ് എന്തു പറഞ്ഞാലും മനുഷ്യൻ നന്നായാൽ മതി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ഇതെല്ലാം പറയുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന പദത്തിന് വലിയ ഊന്നൽ നൽകുന്നുണ്ട്. ആ മനുഷ്യൻ ഉണ്ടാക്കുന്ന മാനവികത, മനുഷ്യത്വം, മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരുമീ മധുരാക്ഷര മന്ത്രം ചൊല്ലിയില്ലെന്നേവരെ ഇന്ന് നമുക്ക് പ്രിയങ്കരനായ ഒരു കവി. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരുമീ മധുരാക്ഷര മന്ത്രം ചൊല്ലിയില്ലെന്നേവരെ. അത് വല്ലാത്തൊരു പ്രയോഗമാണത്. അത് പാടിയ കവി ഒരു ആസ്തികനായ ആളായിരുന്നില്ല, ആസ്തിക ചിന്തയുള്ള ആളായിരുന്നു. പക്ഷെ എങ്കിലും തൃപ്പാദ സ്മരണയിൽ കവി ഇങ്ങനെ എഴുതിപ്പോയി. കാരണം അതാണ് അതിൻ്റെ അവസ്ഥ. അത് അങ്ങനെയുള്ള ആളെ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഭയവും എല്ലാ കാര്യങ്ങളും. മനുഷ്യനായി തന്നെ ജീവിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, ഇങ്ങനെ ചെയ്യുന്നു. ഇരുണ്ട് വെളുക്കുന്നു, അങ്ങനെ പോകുന്നു എന്നറിയാതെ തന്നെ തെറ്റുകളിലേക്ക് വഴുതി വീഴാതെ, ആരെയും കുറ്റം പറയാതെ, എല്ലാവരെയും ഉറ്റവരായി കാണുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ആ അവസ്ഥാവിശേഷമാണ് ശരിയായ ഒരു മനുഷ്യന്, നേരായ ഒരു മനുഷ്യന്. അങ്ങനെയുള്ള മനുഷ്യന്മാരെ നേടാൻ വഴികാട്ടും ഗുരുക്കന്മാരായി ആ ഭാവം ഇല്ലാത്തവരെ ആദരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു വേറിട്ട വ്യക്തിത്വമായിട്ട് അവർ മാറുന്നു. ആ വേറിട്ട വ്യക്തിത്വം ദേവത്വമായി പരിണമിക്കുന്നു. അതാണ് ഗുരുവിന് സംഭവിച്ചത്. ഗുരുവിനെപ്പോലെ വേറൊരാളില്ലാതെ വന്നു. എന്നാൽ ദൈവം തമ്പുരാൻ എല്ലാവരും സൃഷ്ടിക്കുന്നത് എൻ്റെ ഒരു അംശമായിട്ടാണെന്നാണ് പറയുന്നത്. ശബരിമലയിലും നമ്മൾ നടകയെല്ലാം കയറി പോയി ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്ന, അത് നീ തന്നെയാവുന്നു. നീ ആരെയാണോ തേടി വരുന്നത് നീ തന്നെയാവുന്നു എന്ന് പറയുന്നു. അതാണ് എൻ്റെ അവസ്ഥ. പണ്ട് കസ്തൂരിമാനെന്ന് പറഞ്ഞൊരു മാനുണ്ടായിരുന്നു. ഇന്നും ഉണ്ട്, അത് പണ്ടല്ല, ഇന്നും ഉണ്ട്. അപ്പോൾ കസ്തൂരിമാനിന് പേര് വരാൻ കാരണം അത് കസ്തൂരി ഗന്ധമുള്ളതാണ്. പക്ഷെ അതിനറിയില്ല കസ്തൂരി തൻ്റെ മേനിയിലാണ് പൂക്കുന്നതെന്നറിയില്ല, തൻ്റെ നാഭിയിലാണത് ഉണ്ടാകുന്നതെന്നറിയില്ല. പക്ഷെ അത് ആലോചിക്കുക, ഇത്ര സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് ആലോചിച്ച് അത് ഓടി 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 അത് തളർന്ന് എവിടെ വീണ് മരിച്ചു പോവുകയാണ്. സ്വയം അത് ആത്മാഹുതിയാണ്, അറിയാതെ. അപ്പോൾ നമ്മൾ മനുഷ്യത്വത്തെ അറിയാതെ, മനുഷ്യപ്പറ്റി അറിയാതെ നമ്മൾ എവിടെയാണെന്ന് ആലോചിച്ച് നടക്കുകയാണ്. സുഖം എവിടെയാണ്? ഈ സുഖം എന്ന് പറയുന്നത് ഖം, അതിന് ഒരൊറ്റ പദം, തെളിഞ്ഞ ആകാശം എന്നാണ്. ഖം തെളിഞ്ഞ ആകാശം, സുഖം, വളരെ തെളിഞ്ഞ ആകാശം. തെളിഞ്ഞ ആകാശം കാണുമ്പോൾ ഒരു ആൾക്കുണ്ടാകുന്ന, ഏത് പൊട്ടനും പോലിനും കാണുമ്പോൾ സന്തോഷമുണ്ടാകും. അതുപോലെയുള്ള ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ ഉള്ളിലുണ്ടാകുമ്പോൾ സുഖമുണ്ടായതായിട്ട് പറയുന്നു. ആ സുഖത്തെയാണ് എല്ലാവരും തിരയുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അത് എല്ലാത്തിലും ചിലരോട് പറയുന്നത് സുഖം ഉണ്ടാകുന്നത് മദ്യത്തിലാണ്. ചിലർ പറയുന്നത് മറ്റു വേറെ പല രീതികളിലും കൃത്രിമമായിട്ടുണ്ടാക്കും. മദ്യം കഴിച്ച് സുഖം ഉണ്ടാക്കുന്നവരുണ്ട്, പുക വലിച്ച് സുഖം ഉണ്ടാക്കുന്നവരുണ്ട്, പുസ്തകം വായിച്ച് സുഖം ഉണ്ടാക്കുന്നവരുണ്ട്, സിനിമ കണ്ട് സുഖം ഉണ്ടാക്കുന്നവരുണ്ട്. തണുപ്പ് മാറ്റാൻ തീ കായുന്നത് പോലെയാണ് മനുഷ്യർക്ക്. എങ്കിലും നമ്മുടെ ഉള്ളിൽ എവിടെയോ പൂക്കുന്നുണ്ട് ഈ സുഖം, മറ്റേ കസ്തൂരിമാനിൻ്റെ മേൽ കസ്തൂരി പോലെ. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ തന്നെയാണ് ഇതിനെ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഉള്ളതാണ്, അതിനെ മറയ്ക്കുന്നത് നമ്മൾ തന്നെ. ഈ സുഖസ്വരൂപത്തെയാണ്
ദൈവദശകത്തിൽ തന്നെ ദൈവമേ എന്ന് വിളിച്ചിട്ട് അവസാനം ആ ദൈവമേ എന്നുള്ള വിളിയെന്ന് മുട്ടി നിൽക്കുന്നത് ഈ സുഖമെന്ന ദ്വയാക്ഷരിയിലാണ്, ലക്ഷ്യത്തിലാണ്. ദൈവമാണത്, അത് പ്രകാശസ്വരൂപമാണ്. അതിനെ അനുഭവിക്കുന്നത് നമ്മളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിന്തയാം മണിമന്ദിരത്തിൽ നിന്നും തൊഴുതു മടങ്ങുന്നവന് സുഖസ്വരൂപത്തെ കാണുവാൻ സാധിക്കും. അത് പ്രഭാതത്തേക്ക് അനുഭവിക്കുമ്പോൾ ആശാന് ചില ഭാഗത്തെല്ലാം പറയുന്നുണ്ട്, പ്രഭാതത്തെ, വസന്തത്തെ ഒക്കെ വളരെ വളരെ എന്താ പറയേണ്ടത്, വാത്സല്യത്തോടെ കണ്ട ഒരു മനസ്സായിരുന്നു കുമാരൻ ആശാൻ. അതുകൊണ്ട് ആശാൻ ഓമലെ എന്ന് വിളിച്ചിട്ടുള്ളത് വസന്തത്തെയും പ്രഭാതത്തെയുമാണ്. ഈശ്വരൻ എന്ന കവിത തുടങ്ങുന്നത് തന്നെ എങ്ങനെ, ഓമൽ പ്രഭാത രുചിയെങ്ങും ഉയർന്ന നീല വ്യോമസ്ഥലം സ്വയമെരിഞ്ഞൊരു മർക്കബിംബം ശ്രീമദ്ധരിത്രി ഇവയെ പണിതകയിൽ കേമത്തൊന്നും നീ കവിയൊന്ന് കണ്ടില്ല. തുടക്കം തന്നെ ഓമൽ പ്രഭാത രുചി എന്നാണ്. ഈ പദം സഹൃദയ മാനസങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന പദമാണ്. കാരണം എങ്ങനെയാണാവോ ഒരു പ്രഭാതത്തെ രുചിക്കുക? ജിലേബി നമുക്ക് രുചിക്കാൻ സാധിക്കും, പായസം രുചിക്കാൻ സാധിക്കും, ലഡു രുചിക്കാൻ സാധിക്കും. നമ്മുടെ നാവിന് രുചിയേറെ ഇഷ്ടം. പക്ഷേ പ്രഭാതത്തിന് നാവ്, അപ്പോൾ കുമാരനാശാൻ പ്രഭാതത്തിന് നാവ് നൽകിയ മഹാകവിയാണ്. പ്രഭാതത്തിന് നാവ് നൽകിയ മഹാകവി കുമാരനാശാൻ. അതുകൊണ്ടാണ് അദ്ദേഹം മോൽ പ്രഭാത രുചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വസന്തത്തെ, നാഗലോകത്ത് നിന്ന് സ്വർഗലോകത്ത് നിന്നും വസന്തത്തെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് പറയുകയാണ്, പോകല്ലേ പോകല്ലേ പൂക്കാലമേ, നീ വസന്തപുത്രിയാണ്, നീ സ്വർഗപുത്രിയാണ്. നാഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ദൈവം തമ്പുരാൻ പറഞ്ഞയച്ചതാണ് നിന്നെ. ആ നീ ഒരിക്കലും മാഞ്ഞു പോകല്ലേ പോകല്ലേ എന്ന് പറയുന്ന കവിഹൃദയം. അവിടെ നമ്മൾ കാണുന്നത് ചിന്തയാം മണിമന്ദിരത്തിൽ എന്നും തൊഴുതു മടങ്ങുന്ന ഋഷിയായ കവിയെയാണ്. നമ്മുടെ ഈ പ്രഭാഷണത്തിൻ്റെ തലക്കുറി തന്നെ ചിന്തയാം മണിമന്ദിരത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മളെല്ലാം ഉടുത്തൊരുങ്ങി വരുന്നത്. നമ്മുടെ വാക്കുകളെല്ലാം ഉടുത്തൊരുങ്ങി പൊട്ടുകുത്തി ചാന്ത് തൊട്ട് കൺമഷി എഴുതി വരുന്നത് എവിടെ നിന്നാണ്? ചിന്തയാം മണിമന്ദിരത്തിൽ നിന്നാണ്. മക്കളുടെ ഘോഷയാത്രയാണത്. അണിതെറ്റാതെ അങ്ങനെ പോവുക. എങ്ങനെയാണ് ഉറുമ്പുകൾ നിരനിരയായി വരിയായി പോകുന്നത്? ഘോഷയാത്ര പോലെ. പക്ഷേ എങ്കിലും പലപ്പോഴും പല ഉറുമ്പുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവ പരസ്പരം ഉമ്മ വയ്ക്കുന്നത് കാണാം, പരസ്പരം എന്തോ സംസാരിക്കുന്നത് കാണാം, അല്ലേ? ഉണ്ട്, അങ്ങനെയുണ്ട് നിരവധി. മനുഷ്യൻ പലപ്പോഴും തമ്മിൽ കണ്ടാൽ ഒന്നും മിണ്ടാൻ പോലും കൂട്ടാക്കാതെ പരിചയക്കാർ പോലും അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും തിരിച്ചറിവില്ലാത്ത ദൈവസൃഷ്ടി തന്നെയായ എറുമ്പ്, അതുകൊണ്ട് തൃപ്പാദങ്ങൾ പാടി ഒരു വീട് എറുമ്പിനും വരുത്തരുതേ. കവർച്ച ചെയ്തും കൊലവിളി ചെയ്തും ജീവിച്ചു പോന്ന രത്നാകരനാണ് പിന്നെ ഒരിണപ്പക്ഷിയുടെ വേർപാടിൽ, അതിൻ്റെ വേദനയിൽ ആരായി മാറിയത്? വാൽമീകിയായി മാറിയത്. ദിവ്യ മാറ്റമാണ്. പിടിച്ചു പറിച്ചും കൊള്ളയടിച്ചും കവർന്നും ഒക്കെ ജീവിച്ചവരാണ് രത്നാകരൻ. രത്നാകരൻ പിൽക്കാലത്ത് ഇണപ്പക്ഷികളിൽ ഒന്നിൻ്റെ വേർപാടിൽ ചോരയിൽ എന്താ പറയേണ്ടത്, വേടൻ്റെ അമ്പേറ്റ് ചോരയാൽ മേനി നനയുമ്പോഴും ആരായിരുന്നു? ഒരു ഇണപ്പക്ഷിയാണ്. ഇണപ്പക്ഷി കരയുകയാണ്, തൻ്റെ മറ്റൊരു പക്ഷി അമ്പേറ്റ് വീഴുകയാണ്. അത് വല്ലാത്തൊരു രംഗമാണ്. ഒരു ശ്ലോകമുണ്ടായി, ശ്ലോകത്തിൽ നിന്നാണ് ശ്ലോകമുണ്ടായെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഉടയവനാരായിരുന്നു? പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനുമായിരുന്നു. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാറ്റം ഉണ്ടാകുകയാണ്. പിശാചിനെ ദൈവദൂതനായി മാറ്റുന്നൊരവസ്ഥ. അത് ഈ രാസപരിണാമം പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. രാമായണമുണ്ടായി, ഇവിടെ മനുഷ്യാത പ്രതം നമകശ്വാശ്വതി സമ തുടങ്ങുന്ന അതിമനോഹരമായ ചതുഷ്പതി 4 വരി മാനുഷ്യാത, അത് കാട്ടാള എന്നാരാ പറയുന്നത്? കാട്ടാളൻ തന്നെ പറയുക, കാട്ടാളനായിരുന്ന ഒരാൾ തന്നെ പറയുകയാണ്. ഒരു വേട്ടക്കാരനും തോട്ടക്കാരനും എല്ലാം ഒരു മനുഷ്യർ തന്നെയിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ ഇതെല്ലാം നമ്മളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങാനും വീണ്ടും ഈ മണിമന്ദിരത്തിൽ കയറി പ്രാർത്ഥിച്ചു മടങ്ങാനും നമുക്ക് ഇത് തരുന്ന ഒരവസ്ഥയുണ്ട്. ഇതാണ് പുതിയ ചിന്തകൾ നമുക്ക് തോന്നുന്നു, പുതിയ ആശയങ്ങൾ നമ്മളിലേക്ക് വരികയാണ്.
എന്തു പറയണം എന്തു പറയാതിരിക്കണമെന്ന് തോന്നിക്കുന്നത് എല്ലാ അവസ്ഥാവിശേഷങ്ങളുമാണ്. അപ്പോൾ ഈ ചിന്തയാ മണിമന്ദിരത്തിൽ തൊഴുതു മടങ്ങുന്നവന് ഉണ്ടാകുന്ന വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ്. അവന് പറയാനുള്ളതെല്ലാം ആ മണിമന്ദിരത്തിലെ ഈശ്വരൻ തന്നെ കാണിച്ചു കൊടുക്കുന്നു. ഇന്നതുപോലെ പറയുക എന്ന് പറയുകയാണ്. അവനോട് കാട്ടാളനായിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞു പോയി. ആ കാട്ടാളൻ എന്നേ മരിച്ചുപോയി. ഇന്നവനാരാണ്? മഹർഷിയാണ്. വാൽമീകി രാമായണം എഴുതിയതാണ്. എത്രയോ സംഭവബഹുലമായ കഥകളാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അതിനെ സംസ്കരിച്ച് കഴിഞ്ഞു, അതിനെ മാറ്റിമറിച്ച് കഴിഞ്ഞു. അതിൻ്റെ മൂടി തുറക്കേണ്ട കാര്യം എപ്പോഴേ സംസ്കരിച്ച് കഴിഞ്ഞു. പരിണാമം സംഭവിച്ചിരിക്കുക. അതാണ് പുരോഗതി. ഓരോ ശ്വാസത്തിലും എന്തനുഭവിക്കുന്നു? ഒരു വീട് എറുമ്പിനും വരുത്തരുതേ എന്നുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മനസ്സിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ഓരോ ശ്വാസത്തിലും ഒന്നും പറയുന്നില്ല, ശ്വസിക്കുക മാത്രം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്കെല്ലാം അറിയാം. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തും മരുത്വാമലയിലുമൊക്കെ തപസ് ചെയ്തിരുന്ന കാലത്ത് പാമ്പും പുലിയും എല്ലാം ഗുരുവിന് മുമ്പിൽ വന്നിരിക്കുമായിരുന്നു. എങ്ങനെയാണോ ഒരു മഹാമാന്ത്രികന് മുന്നിൽ മുടിമണി ചൂടിയ മണിനാഗങ്ങൾ നിഷ്ക്രിയരായിരിക്കുന്ന, അതുപോലെ മഹാമാന്ത്രികന് മുന്നിൽ തലകുനിച്ചിരിക്കുകയാണ് ആര്? മന്ത്രമൊന്നും ചൊല്ലുന്നില്ല ഗുരു ശ്വസിക്കുക മാത്രം. ഗുരു ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ പുഴയിൽ നെയ്യാറിൻ്റെ ഓളങ്ങൾ ഇളകുന്ന ശബ്ദം മാത്രം കേൾക്കാം. ചുറ്റും ഈ ചെമ്പരത്തിക്കാടുകൾ. എവിടെ? ചെമ്പരത്തിക്കാടുകളായിരുന്നു കൂടുതലും അരുവിപ്പുറത്ത്. അവിടെ ചെമ്പരത്തിക്കാടുകളിലെ ചുവന്ന പുഷ്പങ്ങൾ കാണാം. ഇതെല്ലാം കാണും, കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരവസ്ഥയാണ്. ഈ ഒരവസ്ഥ ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ശ്വസിക്കുക, ഉച്ഛ്വസിക്കുക. അതിൽ തരംഗങ്ങളുണ്ട്, ചിന്തയുടെ തരംഗങ്ങൾ, കൊല്ലാത്ത തരംഗങ്ങളാണ്. ചിന്ത ചിന്ത ചിന്ത. ആ ചിന്ത ഒരു നേരം ദോഷപ്പെടും. പക്ഷെ ആ ചിന്തയ്ക്ക് വല്ലാത്ത ശക്തിയുണ്ട്. അവിടെ മൃഗീയത ദൈവികതയായി മാറുകയാണ്. പുലിയുടെയും പാമ്പിൻ്റെയും ശൗര്യം, ക്രൗര്യം ഒക്കെ ഈ എങ്ങനെയാണോ അഗ്നിശമനസേന ഫയർ എഞ്ചിൻ അതിൽ ഈ തീ അണയ്ക്കുന്നത്, അതുപോലെ ഗുരുവിൽ നിന്നും ശമനൌഷധങ്ങൾ. എങ്ങനെയുള്ള ശമനൌഷധം? ദുഃഖത്തെ ശമനീകരിക്കുക, ക്രൗര്യത്തെ, ക്രോധത്തെ ഒക്കെ ശമനീകരിക്കുവാനുള്ള, ദുരീകരിക്കുവാനുള്ള, തണുപ്പിക്കുവാനുള്ള വല്ലാത്തൊരു പ്രൊജക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സകല ചരാചരങ്ങളും ഒരു മനുഷ്യന് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയാണ്. അതാണ് അയ്യപ്പൻ പാടിയ സഹോദരൻ അയ്യപ്പൻ. നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗള മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. അതിനെ തട്ടി നിങ്ങൾ ഉയർത്തി വിട്ടിടുകിൽ അത് താൻ കാമധേനു നിങ്ങൾക്ക് സഹചരേ എന്ന് പറയാൻ ഇവിടെ ഒരു സഹോദരൻ അയ്യപ്പൻ എന്ന തൻ്റെ ഇടം ചിന്തയിട്ട ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. മാർച്ച് 6 സഹോദരൻ്റെ ജന്മദിനമാണ്. പലരും ഞാൻ പറഞ്ഞു പോവുകയാണ്. പലരും തങ്ങളുടെ പേരിന് പല എഴുത്തുകാരും തങ്ങളുടെ പേരിൻ്റെ ഇടതുവശത്ത് ഒന്നെങ്കിൽ വീട്ടുപേര് ചേർക്കും, അല്ലെങ്കിൽ നാട്ടുപേര് ചേർക്കും. അല്ലേ? അങ്ങനെയാണ്. തകഴി ശിവശങ്കരപ്പിള്ള വലിയ എഴുത്തുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം വീട്ടുപേര് ചേർത്ത് നാട്ടുപേര് ചേർത്തു. തകഴി എന്ന് പറഞ്ഞാൽ ശിവശങ്കരപ്പിള്ളയാണ്. പക്ഷേ ശിവശങ്കരപ്പിള്ളയെന്ന് ആർക്കും അറിയില്ല. തകഴി. അപ്പം അങ്ങനെ ആ നാട് പുകഴ് പറ്റും. ഒരു മനുഷ്യൻ ജനിച്ചതുപോലെ. പെരുമ്പടവം ശ്രീധരൻ നല്ല എഴുത്തുകാരനാണ്. പക്ഷേ പെരുമ്പടവം ഒരു ഗ്രാമമാണ്. പക്ഷെ എങ്കിലും ആൾക്കാർ പെരുമ്പടവും എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ ശക്തിയാണ്. ഐശ്വര്യമാണ് എഴുത്ത്. നർഷിന കവി. ഋഷിയല്ലാത്തവൻ കവിയല്ല. കവിത്വവും ഋഷിത്വവും ഒന്നിച്ചിരിക്കുന്നു മനുഷ്യനിൽ. ഇതാണ് ഈ ദീപവും നാളവും പോലെ. അതുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ആ മനുഷ്യൻ്റെ നാട് പുകഴ്പെറ്റതായി മാറുന്നു. ആ മനുഷ്യൻ്റെ പേരിൽ അറിയപ്പെടുന്നു. മലയാറ്റൂർ എന്ന് പറയുമ്പോൾ ഉടനെ രാമകൃഷ്ണൻ എന്നാണ്. രാമകൃഷ്ണൻ എന്ന് പറയുന്നത് തകഴ്ച കൈനിക്കര കുമാരപിള്ള. ഓരോ നാട്ടിൻ്റെ പേരിൽ അറിയപ്പെടുകയാണ്. ചിലർ എസ് കെ പൊറ്റക്കാട് വീട്ടുപേരിൽ അറിയപ്പെടും. പക്ഷേ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ എന്ന പേരിലാണ്. അടുത്തുപോയി സഹോദരൻ, കൂടപ്പിറപ്പ് എന്നാണ് അർത്ഥം.